Hi friends, welcome back to my YouTube channel Net Explorers Net Exam Preparation in Malayalam. നമ്മൾ ജനറൽ പേപ്പറിലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് കഴിഞ്ഞ 2 ക്ലാസ്സിൽ നോക്കിയിരുന്നത്. സിലബസിലെ ഫസ്റ്റ് 2 പാർട്ട് നോക്കി. ഇന്ന് നമുക്ക് സിലബസിലെ 3rd പാർട്ട് നോക്കാം, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ. അതിന് മുന്നേ ആയിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ കിട്ടും. ആ ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി കൊടുക്കണം. ഓക്കെ, അത് മറക്കാതെ ചെയ്യൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സിലബസിൽ അടുത്ത ഭാഗമാണ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നമ്മൾ 2 ഭാഗമായിട്ടാണ് പഠിക്കാനുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡലസൻറ്റ് ലേണർ, സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട് ലേണർ. നമ്മൾ ഈ അഡലസൻറ്റ് ലേണറുടെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നത് 4 ആസ്പെക്റ്റ് വെച്ചിട്ടാണ്: അക്കാഡമിക്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് കൊഗ്നിറ്റീവ്. ഓക്കെ, ഈ 4 ആസ്പെക്റ്റ് വെച്ചിട്ടാണ് ഓരോ ലേണറുടെയും ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട് ലേണർ പഠിക്കാം. അതിന് മുന്നേ ആയിട്ട് അഡൾട്ട് ലേണിംഗ് എന്താണെന്ന് അറിയണം. ഓക്കെ, അതിനുശേഷം അഡൾട്ട് ലേണറുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ പറ്റുള്ളൂ. സോ അഡൾട്ട് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും നമ്മൾ പുതിയ ഇൻഫർമേഷൻ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പുതിയതായിട്ട് ലേൺ ചെയ്യാണ്. മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ വേ ആയിരിക്കാം. അതിനെയാണ് അഡൾട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. അഡൾട്ട് ലേണിംഗ് മീൻസ് the entire range of formal and informal learning activities which are undertaken by adult after a break since leaving initial education and training, and which result in the acquisition of new knowledge and skills. ഓക്കെ, നമ്മുടെ പഠനം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പഠനത്തിലേക്ക് തിരിച്ചു വരില്ലേ, അതിനെയാണ് അഡൾട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ അഡൾട്ട് ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ജനറലായിട്ട് അഡൾട്ട് ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അഡൾട്ട് ലേണിംഗ് എന്ന് പറയുമ്പോൾ സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും, ദെൻ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും, പിന്നെ അവർ ബ്രിങ് ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് നോളജ്. അവർക്ക് അഡൾട്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലൈഫ് എക്സ്പീരിയൻസും നോളജും ഉണ്ടായിരിക്കും. പിന്നെ അവർ റെലവൻസി ഓറിയൻറ്റഡ് ആയിരിക്കും. പെർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണോ റെലവൻറ്റ് അതിനായിരിക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ ലൈഫിൽ അവർക്കൊരു ഗോൾ ഉണ്ടായിരിക്കും. പിന്നെ അവർ തന്നെ ആയിരിക്കും അവരെ ഡയറക്റ്റ് ചെയ്യേണ്ടത്, സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും. ഇതിനാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട് എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ ഈ 4 ആസ്പെക്റ്റിൽ അക്കാദമിക്, സോഷ്യൽ, ഇമോഷണൽ, കൊഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, അക്കാദമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട് ലേണർ. അക്കാദമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത് ഫസ്റ്റ് വൺ, അവർ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. ഒരു എയിം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അവർക്ക് ഉണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ റിസൾട്ട് കിട്ടണം എന്നായിരിക്കും അവരുടെ ലേണിംഗ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, ലേൺ ബൈ ഡൂയിങ്. എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പഠിക്കാനായിരിക്കും കൂടുതലായിട്ടും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ കുറേ കേട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡൂയിങ്, നമ്മൾ ചെയ്തിട്ട് പഠിക്കാനായിരിക്കും കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് ദെൻ റിക്വയർ ദ ബിഗ് പിക്ചർ വ്യൂ ഓഫ് വാട്ട് ദേ ആർ ലേണിംഗ്. അവർക്ക് എന്താണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്, ജസ്റ്റ് കുറച്ച് പഠിച്ചിട്ട് വിടുക എന്നല്ലാതെ അവരെന്ത് പഠിക്കുന്നു അതിന് നമ്മൾ മുന്നേ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞു റെലവൻസ് ഓറിയൻറ്റഡ് ആണെന്ന് പറഞ്ഞു. അത് തന്നെ ഇവിടെ പറയുന്നത് അവരെന്താണോ ലേൺ ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടുള്ളൊരു ബിഗ് പിക്ചർ വ്യൂ അവർക്ക് ആവശ്യമായിരിക്കും എപ്പോഴും. ഇത്രയാണ് അക്കാദമിക് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഓക്കെ, ദെൻ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഇമോഷണലായിട്ട് എന്തൊക്കെ ആസ്പെക്റ്റാണ് അവനെ എഫക്റ്റ് ചെയ്യുന്നത് അഡൾട്ട് ലേണറിനെ. ഫസ്റ്റ് വൺ, പ്രിഫർ സെൻസ് ഓഫ് കൺട്രോൾ. അവർക്ക്
കൂടുതൽ സെൻസ് ഓഫ് കൺട്രോൾ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അഡൾട്ട് ലേണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അഡൾട്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സെൻസ് ഓഫ് കൺട്രോൾ കൂടുതലായിരിക്കും അഡൾട്ടിന്. ദെൻ നമ്മൾ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞ സെൽഫ് ഡയറക്ഷൻ. ഓക്കെ, പിന്നെ തേർഡ് വൺ, സൈക്കോമോട്ടോർ സ്കിൽസ് ആർ സ്ലോ. അതായത് അവർ കുറച്ചുകൂടി എന്താ പറയുക, അഡൾട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഏജ്ഡ് ആയിരിക്കും. അപ്പോൾ അവരുടെ സൈക്കോമോട്ടോർ സ്കിൽസ്, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ആ കാര്യങ്ങളിൽ അവർ കുറച്ചുകൂടി സ്ലോ ആയിരിക്കും. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്ന ഒരു ആംബിഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗോൾ ഉണ്ടായിരിക്കും. അതിനെയാണ് അവർ കൂടുതൽ എയിം ചെയ്യുക. അതുകൊണ്ട് തന്നെ സൈക്കോമോട്ടോർ സ്കിൽസൊക്കെ സ്ലോ ആയിരിക്കും എന്ന് പറയും. പിന്നെ കുറച്ചുകൂടി ഫിയർ ആൻഡ് ആൻസൈറ്റി കൂടുതലായിരിക്കും അഡൾട്ട് ലേണേഴ്സിന്. ഓക്കെ, ലാസ്റ്റ് വൺ, ലൈക്ക് ടു ഗെയിൻ കോമ്പിറ്റൻസ് ഇൻ വർക്ക് പ്ലേസ്, ഇറ്റ് ബൂസ്റ്റ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം. അതായത് അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ അവർ വർക്ക് പ്ലേസിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല കോമ്പിറ്റൻസ് സ്കില്ലുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവർ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും കൂടുതലായിട്ട് അഡൾട്ട് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും. അതാണ് ഇമോഷണലിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയും വരുന്നത്. സെൻസ് ഓഫ് കൺട്രോൾ, സെൽഫ് ഡയറക്ഷൻ, സൈക്കോമോട്ടോർ സ്കിൽസ് സ്ലോ ആയിരിക്കും, ഫിയർ, ആൻസൈറ്റി, ലൈക്ക് ടു ഗെയിൻ കോമ്പിറ്റൻസ് ഇൻ വർക്ക് പ്ലേസ്, ഇറ്റ് ബൂസ്റ്റ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം. ഓക്കെ, തേർഡ് വൺ, കൊഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. കൊഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് മെയിനായിട്ട് 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ കൂടുതൽ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും അഡൾട്ട് ലേണർ. ആൻഡ് സെൽഫ് മോട്ടിവേറ്റഡ്, സ്വയം അവരെ തന്നെ മോട്ടിവേറ്റഡ് ആയിരിക്കും അഡൾട്ട് ലേണേഴ്സ്. ആൻഡ് സെൽഫ് ഡയറക്റ്റഡും ആയിരിക്കും. കൂടുതൽ ഓട്ടോണമസ് ആയിരിക്കും അഡൾട്ട് ലേണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വയം പര്യാപ്തമായവരായിരിക്കും അഡൾട്ട് ലേണേഴ്സ്. ദെൻ ലാസ്റ്റ് വൺ, അപ്ലൈ ന്യൂ നോളജ് ആൻഡ് സ്കിൽസ്. പുതിയ നോളജ് സ്കിൽസൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും അഡൾട്ട് ലേണേഴ്സ്. അപ്പോൾ കൊഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ 5 ടേക്ക് റെസ്പോൺസിബിലിറ്റി, സെൽഫ് മോട്ടിവേറ്റഡ്, സെൽഫ് ഡയറക്റ്റഡ്, ഓട്ടോണമസ്, അപ്ലൈ ന്യൂ നോളജ് ആൻഡ് സ്കിൽസ്. Then last one, social characteristicsൽ സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും. മറ്റുള്ളവരുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലാതെ അവർ സെൽഫ് ഡയറക്റ്റഡ് ആയിരിക്കും. പിന്നെ സൊസൈറ്റിയിൽ നിന്ന് എപ്പോഴും ഒരു റെസ്പെക്റ്റ് കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നവരായിരിക്കും. വാണ്ട് ടു ഗെറ്റ് റെസ്പെക്റ്റ്. തേർഡ് വൺ, ഇൻട്രാക്ട് ആൻഡ് ഡിസ്കസ് ക്വസ്റ്റ്യൻസ്. എപ്പോഴും അവർ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതുപോലെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും അഡൾട്ട് ലേണേഴ്സ്. ആൻഡ് ലാസ്റ്റ് വൺ, ന്യൂമറസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. അഡൾട്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മെച്ചുവേർഡായ ആൾക്കാരായിരിക്കും, കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റ്സൊക്കെ സൊസൈറ്റിയോട് ഉണ്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ അഡൾട്ട് ലേണേഴ്സ്. സോ അതാണ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. സെൽഫ് ഡയറക്റ്റഡ്, വാണ്ട് ടു ഗെറ്റ് റെസ്പെക്റ്റ്, interact and discuss questions, numerous responsibility and commitment. So adult learner characteristics ഈ 4 എണ്ണമാണ്. അക്കാഡമിക്, ഇമോഷണൽ, കൊഗ്നിറ്റീവ് ആൻഡ് ലാസ്റ്റ് വൺ സോഷ്യൽ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അഡലസൻറ്റ് ലേണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അതും ഈ 4 ആസ്പെക്റ്റ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അഡലസൻറ്റ് ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിന് മുന്നേ ഈ അഡലസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അഡലസൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പീരീഡ് ഫോളോയിങ് ദ വൺ സെറ്റ് ഓഫ് പ്യൂബർട്ടി ഡിസൈറിങ് വിച്ച് എ യങ് പേഴ്സൺ ഡെവലപ്സ് ഫ്രം എ ചൈൽഡ് ഇൻ ടു ആൻ അഡൾട്ട്. അഡലസൻറ്റ് മീൻസ് ടു ഗ്രോ അപ്പ്. അഡലസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഏജ് ബിറ്റ്വീൻ 13 to 19. അതായത് നമ്മൾ ഗ്രോ അപ്പ് ചെയ്യുന്ന ആ ഒരു ഏജ് അഡൾട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും മെച്ചുവേർഡ് ആയിട്ടുണ്ടായിരിക്കില്ല. അവരുടെ അത്രയും ഒരു ആ ലെവലായിരിക്കില്ല അഡലസൻറ്റ് എന്ന് പറയുന്നത്. ഗ്രോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെവലായിരിക്കും അഡലസൻറ്റ്. ഓക്കെ, ഇതാണ് അഡലസൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അഡലസൻറ്റ് ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അഡലസൻസ് എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്, അവർക്ക് ഈ 4 ആസ്പെക്ട്സ് എങ്ങനെയാണ് അവരെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കാം.
ഇതിൽ ഫസ്റ്റ് അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ ദേ ഡിമാൻഡ് റെലവൻസ് ഇൻ ലേണിംഗ് ആൻഡ് വാട്ട് ഈസ് ബീയിങ് ടോട്ട്. എന്താണോ അവരെ പഠിപ്പിക്കുന്നത് അതിന് എന്താണ് റെലവൻസ് എന്നുള്ള കാര്യം അറിയാനായിരിക്കും അവർ കൂടുതലായിട്ടും ശ്രമിക്കുക. അതുപോലെ അബ്സ്ട്രാക്ട് തിങ്കിങ് ആയിരിക്കും. അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഒരു ചുരുക്കിയിട്ടുള്ളതായിരിക്കും, വലിയ ഡീപ്പായിട്ട് അവരത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഹൈ അച്ചീവ്മെൻറ്റ്സ് വെൻ ചലഞ്ച്ഡ്. ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളൊന്ന് ചലഞ്ച് ചെയ്താൽ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയില്ല നമ്മൾ. അപ്പോഴാണ് അവർക്ക് കുറച്ചുകൂടി അവർ ചലഞ്ച് ചെയ്ത പോലെ തോന്നുമ്പോൾ അവർ കൂടുതൽ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് ഹൈ അച്ചീവ്മെൻറ്റ്സ് വെൻ ചലഞ്ച്ഡ് എന്നുള്ള പോയിന്റിൽ. ഓക്കെ, ദെൻ അവർ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കും, ആക്റ്റീവ് ലേണിംഗ് ഉണ്ടായിരിക്കും അഡൾട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ദെൻ ലാസ്റ്റ് വൺ, ഇൻട്രസ്റ്റഡ് ഇൻ ഇൻട്രാക്ടിങ് വിത്ത് പിയേഴ്സ്. അവരുടെ സെയിം ഏജ് ഗ്രൂപ്പുമായിട്ട്, അതാണ് പിയേഴ്സ് എന്ന് പറയുന്നത്, ആ സെയിം ഏജ് ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിരിക്കും കൂടുതൽ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കുക. അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയാണ്. ദേ ഡിമാൻഡ് റെലവൻസ് ഇൻ ലേണിംഗ് ആൻഡ് വാട്ട് ഈസ് ബീയിങ് ടോട്ട്, അബ്സ്ട്രാക്ട് തിങ്കിങ്, ഹൈ അച്ചീവ്മെൻറ്റ്സ് വെൻ ചലഞ്ച്ഡ്, ആക്റ്റീവ് ലേണിംഗ്, ഇൻട്രസ്റ്റഡ് ഇൻ ഇൻട്രാക്ടിങ് വിത്ത് പിയേഴ്സ്. ഓക്കെ, സെക്കൻഡ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു മോഡലിംഗ് ബിഹേവിയർ ആയിരിക്കും. അപ്പോൾ മറ്റുള്ളവരെ കണ്ടിട്ട് അത് വെച്ചിട്ട് ആ ഒരു ബിഹേവിയർ കാണിക്കുക. ഇപ്പോൾ ഫിലിം ആക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് നോക്കിയിട്ട് അവരെ പോലെ നടക്കാനൊക്കെ ശ്രമിക്കില്ല. അങ്ങനെ ഒരു ക്യാരക്ടറായിരിക്കും ഈ അഡലസൻറ്റിന് ഉണ്ടായിരിക്കുക, മോഡലിംഗ് ബിഹേവിയർ ആയിരിക്കും. പിന്നെ എക്സ്പ്ലോറിങ് ക്വസ്റ്റ്യൻസ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക. അതായത് ഇതെന്താ അങ്ങനെയാണെന്നൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കില്ലേ കുട്ടികൾ, അതന്നെ എക്സ്പ്ലോറിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, എക്സ്പെരിമെൻറ്റ് വിത്ത് വേസ് ഓഫ് ടോക്കിംഗ്. അവരുടെ സംസാര രീതിയിലൊക്കെ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുക, എക്സ്പെരിമെൻറ്റ്സ് കണ്ടെത്താനൊക്കെ അവർക്ക് ശ്രമിക്കുക. അതായത് ഒരു മോഡലിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്, മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ സീക്കിംഗ് അപ്രൂവൽ ഫ്രം പിയേഴ്സ്, അപ്രൂവൽ ഓഫ് പിയേഴ്സ്. അവരുടെ സെയിം ഏജ് ഗ്രൂപ്പിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ചെയ്താൽ നന്നാവും എന്നൊക്കെ അവരോടായിരിക്കും കൂടുതൽ ചോദിക്കുക. പാരൻസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പിയേഴ്സുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക, അവരോടാണ് അപ്രൂവലൊക്കെ അവർ ചോദിക്കുക. ഓക്കെ, ദെൻ കൊഗ്നിറ്റീവിൽ മോറൽ ഇഷ്യൂസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിരിക്കും കൂടുതലായിട്ട് അവർ ശ്രമിക്കുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് മോറൽ ഇഷ്യൂസ്. അതുപോലെ ഇൻട്രസ്റ്റഡ് ഇൻ ഡെമോക്രസിയിലായിരിക്കും ഈ അഡൽട്ട്സ് ആൻഡ് ലേണേഴ്സിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ സെൽഫ് റിഫ്ലക്റ്റീവ് ആയിരിക്കും അവർ, സ്വയം കാണിച്ചു കൊടുക്കുക, ഞാനാണ് ഒരു മോഡൽ എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുക. സെൽഫ് റിഫ്ലക്റ്റീവ് ആയിരിക്കും അവരുടെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ ലാസ്റ്റ് വൺ, ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും അഡൽട്ട്സ് ആൻഡ് ലേണേഴ്സിന്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ എപ്പോഴും മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും. ഒരേ മൂഡായിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്, മൂഡ് ചേഞ്ച് ആയിട്ടായിരിക്കും. അതൊന്ന്. ആൻഡ് സെക്കൻഡ് വൺ, ഡിസൈഡ് ടു ബിക്കം ഇൻഡിപെൻഡൻറ്റ്. എപ്പോഴും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ കാണിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കും. പിന്നെ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. ആ ഒരു ഏജ് എന്ന് പറയുന്നത് 13 to 19 അല്ലേ, ഗ്രോ അപ്പ് ചെയ്യുന്ന ഏജാണ്. അതുകൊണ്ട് തന്നെ അവർ സെൻസിറ്റീവ് ആയിരിക്കും. പിന്നെ സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കും അവർക്ക്. ആൻഡ് കൺസേൺ അബൌട്ട് ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി. നമ്മൾ അഡൾട്ടിൻ്റെ കാര്യത്തിൽ സൈക്കോമോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ സ്ലോ ആയിരിക്കും എന്ന് പറയുന്നു. ബട്ട് ഇൻ അഡലസൻറ്റ് ദീസ് സൈക്കോമോട്ടോർ ആക്ടിവിറ്റീസ് ആർ ഹൈ. ഓക്കെ, ഫിസിക്കൽ ഗ്രോത്ത്, മെച്യൂരിറ്റി, അതൊക്കെ ആയിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടാവുക. അതുപോലെ ലാസ്റ്റ് ഓവർ തിങ്കിങ്, അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അഡലസൻറ്റിൻ്റെ. ഓക്കെ, അവരെപ്പോഴും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കും. ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ടോപ്പിക്ക് വരുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ് സിലബസിലെ. ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ടോപ്പിക്ക് വരുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ് സിലബസിലെ അടുത്ത ടോപ്പിക്ക്. അതായത് ഓരോ ഇൻഡിവിജ്വലും അല്ലെങ്കിൽ ഓരോ ലേണറും ഡിഫറെൻ്റ് ആയിരിക്കും.
ഓക്കെ, ഓരോരുത്തർക്കും അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും. ഈ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ വരുന്നത്. മെയിനായിട്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത് ആളുടെ ഹെറിഡിറ്റി, അതായത് പാരമ്പര്യവും ദെൻ എൻവയോൺമെൻറ്റ്, ആളുടെ ചുറ്റുപാടും ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹെറിഡിറ്റി റിലേറ്റഡ് ഫാക്ടേഴ്സും എൻവയോൺമെൻറ്റും. ഹെറിഡിറ്റിയിൽ വരുന്നത് ഇൻ്റലിജൻസ്, അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ ബുദ്ധിശക്തി, ഇൻ്റലിജൻസ് അങ്ങനെ കിട്ടുന്നതാവാം. പിന്നെ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ, നമ്മുടെ ഹെൽത്ത്, ദെൻ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്പെഷ്യൽ ടാലൻറ്റ്, നമ്മുടെയൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ടാലൻറ്റ് ഉണ്ടെങ്കിൽ അത് ഹെറിഡിറ്റി പാരമ്പര്യമായിട്ട് കിട്ടുന്നതാവാം. നമ്മുടെ ജെൻഡർ, ഏജ്, ഇതൊക്കെ പാരമ്പര്യമായിട്ട് വരുന്നതായിരിക്കാം. പിന്നെ ടെമ്പറമെൻറ്റ്, നമ്മൾ എത്ര ഷോർട്ട് ടെമ്പേർഡ് ആണോ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണോ, അങ്ങനത്തെയൊക്കെ അതും ഹെറിഡിറ്റിയുടെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. ദെൻ ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവും ചിലർക്ക്, അതാണ് ഇൻട്രോവേർഷൻ എന്ന് പറയുന്നത്. ചിലർ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, ഭയങ്കര ആക്റ്റീവായിരിക്കും, എല്ലാവരോടും സംസാരിച്ച് ഇടപഴകി അങ്ങനത്തെ ക്യാരക്ടറായിരിക്കും, അതാണ് എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എഫേർട്ട് മേക്കിംഗ് കപ്പാസിറ്റി. ഹെറിഡിറ്റിയുടെ ഭാഗമാണത്. നമുക്ക് കൂടുതൽ എഫേർട്ട് ഇടുക, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ക്യാരക്ടറൊക്കെ ഉണ്ടായിരിക്കില്ലേ ചിലർക്ക്, അതൊക്കെ ഹെറിഡിറ്റിയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഹെറിഡിറ്റിയാണ്, പാരമ്പര്യമാണ്. അതിൽ വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. ഏതൊക്കെയായിരുന്നു? ഇൻ്റലിജൻസ്, ഫിസിക്കൽ കണ്ടീഷൻ, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്പെഷ്യൽ ടാലൻറ്റ്, ജെൻഡർ, ഏജ്, ടെമ്പറമെൻറ്റ്, ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ, എഫേർട്ട് മേക്കിംഗ് കപ്പാസിറ്റി. then അതിൽ സെക്കൻഡ് ഫാക്ടർ എൻവയോൺമെൻ്റ് ആണ്, നമ്മുടെ ചുറ്റുപാടെന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ബാക്ക്ഗ്രൗണ്ട്, നമ്മളുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ്, കോളേജൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ഫാക്ടറാണ്. ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഓരോ പേഴ്സണും, ഓരോ ഇൻഡിവിജ്വലും അല്ലെങ്കിൽ ഓരോ ലേണറും ഡിഫറെൻറ്റ് ക്യാരക്ടർ കാണിക്കുന്നത്. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി കിട്ടാനുള്ളത് രണ്ട് ഫാക്ടേഴ്സാണ് ഹെറിഡിറ്റി, എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സിലബസിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. സിലബസിലെ മൂന്നാമത്തെ ഭാഗം ഇത് രണ്ടുമാണ് വരുന്നത്, അതാണ് കവർ ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ, അടുത്ത ക്ലാസ്സിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിരുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യും കൂടി ചെയ്യൂ. ഓക്കെ, ഇനി നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ നെക്സ്റ്റ് പാർട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.